ബി.ജെ.പി. സർക്കാർ കേന്ദ്രത്തിൽ അധികാരമേറ്റെടുത്ത ഏതാനും ദിവസങ്ങൾക്കകം തന്നെ തലസ്ഥാന നഗരിയിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടിരുന്നു. ചൂട് 45 ഡിഗ്രിയിലും അധികരിച്ചു നിൽക്കുന്ന സമയത്ത് ഡൽഹിയുടെ വടക്ക് കിഴക്ക് പടിഞ്ഞാറ് മേഖലകളിലെല്ലാം രാത്രിയിൽ മണിക്കൂറുകളോളം വൈദ്യുതിയില്ലാതെ ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. രണ്ടാഴ്ച മുൻപ് ഉണ്ടായ ശക്തമായ പൊടിക്കാറ്റിൽ വൈദ്യുതി വിതരണ ശൃംഖല താറുമാറായെന്നും ഇനിയും പുനഃസ്ഥാപിച്ചിട്ടില്ലെന്നുമാണ് ഔദ്യോഗിക വിശദീകരണം. ബി.ജെ.പിയുടെ അനാസ്ഥയാണ് ഇതിന് പിറകിലെന്നാരോപിച്ച് ഡൽഹിയിൽ പലയിടത്തും പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. ജാഫറാബാദിൽ പ്രതിഷേധം അക്രമാസക്തമായി. 10 വർഷം കോൺഗ്രസ് ജനങ്ങൾക്ക് നൽകിയിരുന്നത് തുടരാൻ പോലും ബി.ജെ.പിക്ക് കഴിയുന്നില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. എന്നാൽ ബി.ജെ.പി. ഇത് നിഷേധിച്ചു. ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി ഭരണകാലത്തുണ്ടായ ഭരണസ്തംഭനമാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ബി.ജെ.പി. നേതാവും കേന്ദ്രമന്ത്രിയുമായ ഡോക്ടർ ഹർഷവർദ്ധൻ പറഞ്ഞു. किसी तरह का कोई काम नहीं किया धरने प्रदर्शन के अलावा. उनसे जाकर हिसाब किताब लें, उनसे जाकर पूछें कि 49 दिन तुमने यहाँ राज करने की बजाय, बिजली की ट्रांसमिशन लाइंस को ठीक करने की बजाय, बिजली के ट्रांसफार्मर्स के लिए मीटिंग करने की बजाय प्रदर्शन तुम क्यों करते रहे? അന്നത്തെ അവസ്ഥയുടെ തുടർച്ചയായാണ് സർക്കാർ സംവിധാനങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാത്തതെന്നും ഹർഷവർദ്ധൻ അവകാശപ്പെട്ടു. മീഡിയ 1 ഡൽഹി.